കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്ടിം PW1 പറഞ്ഞു എന്ന് പറയുന്നതാണ്. അതിന് രണ്ടാം പ്രതിക്ക് മാത്രം മോട്ടീവ് ഉണ്ടായില്ല എന്ന് പറയാണ്. 20 സാക്ഷികൾ കൂറുമാറി. 261 സാക്ഷികളിൽ 20 പേര് കൂറുമാറി. ഈ കൂറുമാറിയർ ആരാ? ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണ ദർ ഇസ് നോ മോട്ടീവ്. എന്താ കാര്യം? മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഇല്ല. പക്ഷെ നമ്മുടെ മേഡം പറയണ എന്താ വെച്ചാല് അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്ന. ജഡ്ജ്മെന്റിൽ അങ്ങനെയല്ലേ? അല്ല, ഈ കോടതി വിധിയിൽ അതിമനോഹരമായ ഒരു കാര്യം വിജയും ആശയൊക്കെ വായിച്ചപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അതായത് മോട്ടീവ്. ഇയാളുടെ 8ാം പ്രതിക്ക് മാത്രം മോട്ടീവ് ഉണ്ടായില്ല എന്ന് പറയാണ്. അപ്പൊ 8ാം പ്രതിയുടെ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, മഞ്ജു വാര്യരുടെ അടുത്ത് കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്ടിം PW1 പറഞ്ഞു എന്ന് പറയുന്നതാണ്. അതിന് നിരവധി സാക്ഷികളെ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോ പറയുമ്പോ ചില ആളുകൾ പറയാം 20 സാക്ഷികൾ കൂറുമാറി. 261 സാക്ഷികളിൽ 20 പേര് കൂറുമാറി. ഈ കൂറുമാറിയർ ആരായിരുന്നു? ദിലീപിന്റെ ഭാര്യ, ദിലീപിന്റെ അനിയൻ, ദിലീപിന്റെ അളിയൻ, ദിലീപിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോ 376 പ്രതിയായിട്ടുള്ള സിദ്ദിഖ്, ദിലീപിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഇടവേള ബാബു, പിന്നെ സിദ്ദിഖിന്റെ കാര്യം ഞാൻ പറഞ്ഞ 376 പ്രതി. അപ്പൊ അത്തരം ആളുകള് കൂറുമാറും. എങ്കിലും ചില കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ചില ആളുകളെ സാക്ഷിയാക്കി ചേർക്കും. അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻക്വയറി. മനസ്സിലായില്ല? അപ്പോ ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണ ദർ ഇസ് നോ മോട്ടീവ്. എന്താ കാര്യം? മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഈ കാവ്യമാധവനെ ഇദ്ദേഹവുമായി രാത്രി നടന്ന ചില ചാറ്റുമായി ബന്ധപ്പെട്ട, അത് ഭയങ്കര തമാശയാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളതേ, ഈ മഞ്ജു വാര്യരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു മൊബൈൽ വേണം, നീ ഇപ്പൊ മൊബൈലൊന്നും മേടിക്കണ്ട, എന്റെ പഴയ മൊബൈൽ എടുത്തോളാൻ പറഞ്ഞു. വന്ന വഴി ആ മൊബൈലിൽ നിന്നാണ് മഞ്ജു ഈ കാര്യങ്ങൾ കാണുന്നത്.